നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റായ സുനിൽ കുമാർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അസെറ്റ്സ് ഹോംസിന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് സാറ്. ഞാൻ സാറിന്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് സാറ് ബേസിക്കലി സിവിൽ എഞ്ചിനീയറാണ്. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് നമുക്ക് ഏത് ലെവലിൽ വരെ നമുക്ക് എത്തിപ്പെടാം, ഏത് ലെവലിൽ നമുക്ക് റീച്ച് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയാണ് സാറിന്റെ ഒരു ഐഡിയോളജി, കംപ്ലീറ്റ് ജേണി നമ്മൾ കാണിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു സാർ ആദ്യം ഗവൺമെന്റ് സെക്ടർ പോലെ വർക്ക് ചെയ്ത് കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം 1994 ശാന്തി ഹോംസ് എന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ഒരു 12 years കൊണ്ട് അത്യാവശ്യം നല്ല സ്കെയിൽ ചെയ്ത് പ്രൊജക്റ്റുകളും കാര്യങ്ങളും എത്തി. 2006 അസെറ്റ്സ് ഹോംസ്, ഇപ്പം നമ്മൾ കാണുന്ന അസെറ്റ്സ് ഹോംസ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 18 years പ്ലസ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 80+ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണെന്നു. കേരളത്തിന് പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് അതിൻ്റെ ഒരു എന്താ പറയുക. സാർ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം സാറിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ, ഇപ്പം ഷൈമൺ സാറിന്റെ ഒരു ബിഗ് ഫാൻ ആണെന്നാണ് സാറ് പറഞ്ഞത്. അപ്പം അവിടെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ സാറ് ഇനിയുള്ള ഒരു 10 വർഷത്തിനത് എന്താണ് മാറ്റം വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാറിന്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സംസ്ഥാനത്തിലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നമസ്കാരം. ഈ ടെക്നിക്കൽ അപ്സ്കില്ലിങ്ങിലൂടെ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കൊരു വേദി ഒരുക്കുന്നൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് എൻട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും എല്ലാ ഭാവുകങ്ങളും അവിടെ പഠിച്ച് വലുതാവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ നന്മകളും നേരാനായിട്ട് ഞാൻ ആദ്യമായിട്ട് അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മറ്റ് എഞ്ചിനീയറിംഗ് ശാഖകളിൽ വ്യത്യസ്തമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും എല്ലാം സിവിൽ എഞ്ചിനീയറിംഗ് ആയി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ ട്രെയിനിങ്ങുകളെല്ലാം നൽകുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഭാവി പണ്ടത്തേലും വളരെ ശോഭനമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ലോകമെങ്ങും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു നിർമ്മാണ മേഖലയുടെ ഒരു വലിയ പുരോഗതി അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയിലുള്ള പുരോഗതി നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിൽ പുറത്താണെങ്കിലും നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണെങ്കിലും ഈ രംഗത്ത് ഒരു നിശബ്ദമായിട്ടൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടത്ത്, ഞങ്ങളെല്ലാം എഞ്ചിനീയറിംഗ് കഴിയുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു സിവിൽ എഞ്ചിനീയേഴ്സിന് യാതൊരു രീതിയിലുള്ള ജോലി സാധ്യതകളും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രം ജോലി സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞങ്ങളുടെ എല്ലാം എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിക്കപ്പെടുന്നത്. അന്നൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി മാത്രമാണ് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അല്ലെങ്കിൽ പൊതുവെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വലിയൊരു മാറ്റം പിന്നീട് ഈ രംഗത്തുണ്ടാവുകയുണ്ടായി. പല രീതിയിലുള്ള ഉയർച്ചകളും താഴ്ചകളും ഈ രംഗത്ത് പല കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ പുരോഗമനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ കണ്ടുവരുന്നത് എന്നുള്ളത് ഈ രംഗത്തേക്ക് കടന്നു വരുന്ന മുഴുവൻ പുതിയ ആളുകൾക്കും വളരെ സന്തോഷം ഉളവാക്കാവുന്ന ഒരു കാലമാണെന്ന് എനിക്ക് തോന്നുന്നു. പുതുതായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകളും പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അടങ്ങുന്ന ഒരു സദസ്സാണ് എൻ്റെ മുന്നിലുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് ഒരു സിനിമയിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഡയലോഗുണ്ട്, ജോലി കിട്ടിയിട്ട് വേണം 2 ലീവ് എടുക്കാൻ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് പലരും കാത്തിരിക്കുന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം താൻ പഠിച്ച് വന്നിരിക്കുന്ന ഫീൽഡിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുന്ന തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി നോക്കുമ്പോൾ പല ഓർഗനൈസേഷനിലും സീനിയർ മാനേജ്മെന്റ് ടീമും ചീഫ് മാനേജേഴ്സ് ടീമും അല്ലെങ്കിൽ ഫസ്റ്റ് സർക്കിൾ എന്നൊക്കെ പറഞ്ഞ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുമ്പോഴും പലപ്പോഴും പല പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിന്റെ പരിഹാരം നേടി പോകുന്നത് ഈ ഗ്രൂപ്പുകളിലേക്കെല്ലാം മറിച്ച് പുതിയ മാനേജ്മെന്റ് ട്രെയിനിങ് ഗ്രൂപ്പുകളിലേക്കും അപ്രന്റീസുകളുടെ ഗ്രൂപ്പിലേക്കും അല്ലെങ്കിൽ ഏറ്റവും എക്സ്റ്റേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ ഗ്രൂപ്പിലേക്കുമാണ്. കാരണം പലപ്പോഴും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സൊല്യൂഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വരുന്നു, അതല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഏറ്റവും എളുപ്പത്തിൽ പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നതോ ഇത്തരം ചെറിയ ഗ്രൂപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഗ്രൂപ്പുകളിൽ നിന്നാണ് എന്നുള്ള ഒരു സത്യം കൂടിയാണ് നിങ്ങളോട് നോക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറൽ ഡിസൈനിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയെ പറ്റി ആലോചിക്കുമ്പോഴാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ
ചെയ്ത് പരിശീലിച്ച് ഒരു ബാഗേജ് ഉള്ള ഒരു ഗ്രൂപ്പിനോട് ചോദിക്കുമ്പോൾ പലപ്പോഴും അത് നല്ലൊരു സൊല്യൂഷൻ ലഭിക്കില്ല. പലപ്പോഴും ഒരു അടുത്തൊരു പ്രോബ്ലം ആയിരിക്കും ചിലപ്പോൾ പക്ഷെ ക്രിയേറ്റ് ചെയ്യപ്പെടും. വേറെ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ പൂർത്തീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നിർവഹിക്കപ്പെടാം എന്ന് ചോദിക്കുമ്പോൾ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ടാലന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കുറവുള്ള പലരും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പലപ്പോഴും പറഞ്ഞു യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഇയേഴ്സ് ടു മേക്ക് ആൻ ഇമ്പാക്ട് എന്നൊരു ചൊല്ലുണ്ട്. അതായത് നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന എക്സ്പീരിയൻസ് എല്ലാം കിട്ടി നമുക്കൊരു അവസരം കിട്ടുമ്പോൾ മാത്രമാണ് അത് ചെയ്യേണ്ടത് എന്ന് നിർബന്ധമില്ല എന്ന് നിങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു കഥയുണ്ട്, അതായത് പലപ്പോഴും ഇനിഷ്യേറ്റീവ്സ് ആണ് എക്സ്പീരിയൻസിനെക്കാട്ടിലും മുന്നിൽ വരിക. പലപ്പോഴും ഇനിഷ്യേറ്റീവ്സിന്റെ കുറവുകൊണ്ടാണ് പലരും ഒരു ജോലിയിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കാതെ പുതിയ ഇനിഷ്യേറ്റീവ്സിൽ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഓർഗനൈസേഷനിലും പങ്കാളികളാവുക എന്നുള്ളത്. ഒരു ചെറിയ കഥ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഒരു ലിഫ്റ്റ് ഒരു ദിവസം രാവിലെ കേടായി പോയി. അപ്പോൾ ലിഫ്റ്റ് കേടായി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് നന്നാക്കുക എന്ന് പറയുന്നത് അവിടുത്തെ എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ചുമതലയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ വന്ന് ആ ലിഫ്റ്റിന്റെ കുഴപ്പമെന്നത് കണ്ടെത്തി അത് നിർമ്മിച്ച കമ്പനിയുടെ അല്ലെങ്കിൽ ആ മെയിൻ്റനൻസ് നടത്തുന്ന കമ്പനിയിലേക്ക് ഇമെയിൽ അയച്ച് അവിടെ നിന്ന് ആൾക്കാർ വന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സാധാരണ ഒരു സിസ്റ്റം. പക്ഷെ അവിടെ സംഭവിച്ചത് അവിടെ മാനേജ്മെന്റ് ട്രെയിനീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരാൾ അപ്പം തന്നെ ആ ലിഫ്റ്റിന്റെ വെബ്സൈറ്റിൽ പോവുകയും അവിടെ ആ ലിഫ്റ്റിൽ കാണിച്ച നമ്പർ 3 എറർ എന്ന് പറയുന്ന എറർ എന്താണെന്ന് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ആ നമ്പർ 3 എറർ എന്ന് പറയുന്നത് മെയിൻ പവർ സപ്ലൈ സ്വിച്ചുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് കണ്ടെത്തുകയും അതൊരാൾക്ക് പോയിട്ട് മാറ്റി കൊടുക്കാവുന്ന ചെറിയൊരു പ്രശ്നമാണെന്ന് കണ്ടെത്തുകയും അടുത്ത സെക്കൻഡിൽ ആ ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ അത് എക്സ്പീരിയൻസിൽ നിന്നുണ്ടായതല്ല, മറിച്ച് ഒരു ഇനിഷ്യേറ്റീവിൽ നിന്നുണ്ടായ കാര്യമാണ്. വളരെ എക്സ്ട്രാ ആയിട്ട് ഒരാൾ ഇത് എന്റെ ജോലിയല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതിന് പകരം എന്താണ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അയാൾ പഠിച്ചിരിക്കുന്ന പുതിയ തലമുറ രീതികളിലൂടെ ഒരു ഗൂഗിൾ സെർച്ചിലൂടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഒരു ആപ്പിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഇനിഷ്യേറ്റീവ് ആണെങ്കിൽ പോലും അവിടെ നിലനിന്നിരുന്ന സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും. ഇതുപോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങൾ. വളരെ സ്മോൾ ജസ്റ്റേഴ്സ് ഇൻ യുവർ കരിയർ വിൽ ആക്ച്വലി മേക്ക് ബിഗ് റിസൾട്ട്സ് ഫോർ യു. കാരണം പലപ്പോഴും മാനേജ്മെന്റുകളെല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചെറിയ ജസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഇത്തരം താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്ന ടാലന്റുകൾ നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയും നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കഫേ കോഫി ഡേയുടെ ഒരു സ്റ്റോറിയിൽ കിടക്കുന്ന ഒരു കഥയുണ്ട്. അതായത് അവരുടെ സ്റ്റോറുകളിൽ പലപ്പോഴും ബാംഗ്ലൂരിലെല്ലാം വരുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് കോഫി കുടിച്ചിട്ട് പോകാൻ താല്പര്യം കാണിക്കുകയും കസേരയിൽ ഇരിക്കാതിരിക്കുകയും പെട്ടെന്ന് തന്നെ സ്റ്റോറിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നൊരു അനുഭവം വന്നപ്പോൾ അവിടെ ട്രെയില് കോഫി സപ്ലൈ നിൽക്കുന്ന ഒരു പെൺകുട്ടി മാനേജ്മെന്റ് ഒരു മെയിൽ അയച്ചു, ഒരു കാര്യം ചെയ്യണം, നമ്മളുടെ ഇവിടുത്തെ കസേരകളിൽ ഒരു ചെറിയ കുഷൻ ഇട്ട് കൊടുക്കണം. വളരെ ചെറിയൊരു സജഷനാണ്, ഒരു ചെറിയ കുഷൻ ഇട്ടുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് ഒരു ട്രെയില് കോഫി സപ്ലൈ ചെയ്യുന്ന ഒരു വെയിറ്റേഴ്സ് ആയിട്ടുള്ള ലേഡി, ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ലേഡി ഇങ്ങനത്തെ ഒരു സജഷൻ തന്നപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അവർ ആ കസ്റ്റമറെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ധാരണയിൽ മാനേജ്മെന്റ് കസേരകളിൽ കുഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും. വളരെ ചെറിയൊരു കുഷൻ, ഇതേപോലത്തെ ഒരു കുഷൻ. ഈ കുഷൻ ഇല്ലാത്തൊരു കസേരയിലിരിക്കുന്ന കംഫർട്ടും ഒരു കുഷനുള്ള കസേരയിലിരിക്കുന്ന കംഫർട്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനായിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുന്ന ഒരു വെയിറ്റർ ആയിട്ടുള്ള ലേഡി വേണ്ടി വന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരൊറ്റ മാറ്റത്തിലൂടെ, ആ ഒരു ചെറിയ ജസ്റ്ററിലൂടെ ആ ഷോപ്പില് കൂടുതൽ ആൾക്കാര് എത്തിച്ചേരാനും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും കൂടുതൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു വളരെ യങ്ങായിട്ടുള്ള, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർ മാത്രം കാണുന്ന കാര്യമാണ്. അവിടുത്തെ പ്രായമുള്ള വെയിറ്റേഴ്സും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഇതിനെപ്പറ്റി ആലോചിക്കാനോ അവിടെ ഒരു കസ്റ്റമർ കംഫർട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനോ ശ്രമിക്കാതിരുന്നിടത്താണ് വളരെ ചെറിയൊരു ജസ്റ്ററിലൂടെ ആ ഒരു പർട്ടിക്കുലർ ഔട്ട്ലെറ്റിലെ ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് വളരെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സാധിച്ചത് എന്നാണ് ഈ കഥ പറയുന്നത്. ഈ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിലേക്കുള്ള മിഷൻ
നടത്തിയത് നാസയാണ്. നാസയുടെ ഓഫീസിൽ ചന്ദ്രനിലേക്കുള്ള മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വന്ന പല ശാസ്ത്രജ്ഞന്മാരും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികളുമായിട്ടെല്ലാം സംസാരിച്ചപ്പോൾ ഒരാള് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു പ്രതിനിധി സംഘം, അതായത് അമേരിക്കയില് നാസ എന്താണ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി പോയ ഇന്ത്യയിൽ നിന്ന് പോയ പ്രതിനിധി സംഘത്തിൽപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ അവിടെ മോപ്പ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് ലോബി ഏരിയയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ക്ലീനിങ് ലേഡിയോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ ആ മോപ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ പറഞ്ഞത്, ഞാൻ ചന്ദ്രനിലേക്ക് ആളെ കയറ്റി അയക്കാനുള്ള പരിശ്രമത്തിലാണെന്നാണ് മറുപടി പറഞ്ഞത്. അവരോട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പോലും അവർ മനസ്സിലാക്കിയതും അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും ഒരു വലിയ ടീം ഗോളിന് വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞത് ഞാനവിടെ ക്ലീൻ ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ ചന്ദ്രനിലേക്കുള്ള മനുഷ്യനെ അയക്കുന്ന യാത്രയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങൾ സൈറ്റുകളിൽ പോകുമ്പോൾ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു മേസനെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഞാൻ ഇഷ്ടിയിട്ട് കാണുന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യണമെന്നോ പറയുന്നതിന് പകരം ഞാൻ വലിയ വീടിന്റെ അല്ലെങ്കിൽ വലിയ കെട്ടിട സമുച്ചയത്തിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ടീം ഗോൾ എത്രത്തോളം ഓരോ അവസാനത്തെ വ്യക്തിയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ, ഒരു പുതിയ ജോലിയിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ, എൻ്റെ ജോലി ക്വാണ്ടിറ്റി സർവേയിങ് ആണ് അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ട്രക്ചർ ഡിസൈൻ ആണ് എന്ന് പറയുന്നപ്പുറത്ത് എന്താണോ ആ സ്ഥാപനത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്നുള്ളത് മനസ്സിലാക്കാനും ആ ഗോളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി മാറാനും ആ ടീമിന്റെ ഭാഗമായി മാറാനും പഠിക്കുക എന്നുള്ളത് ഏതൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആളുടെ ആദ്യം മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും എൻട്രി ലെവൽ ജോബിൽ അല്ലെങ്കിൽ ആദ്യത്തെ ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഒരു ബാങ്കില് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയൽ മൂവിങ് പ്രോസസ്സ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്താമെന്ന് ചോദിച്ചു. പലപ്പോഴും പല മാനേജേഴ്സും അയച്ചു കൊടുത്തത്, ഞങ്ങൾ കൂടുതൽ സ്റ്റാഫിന് ആവശ്യമാണ്, ഞങ്ങൾ ഫയൽ സോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ആവശ്യമാണെന്നെല്ലാമാണ്. എന്നാൽ ആ സ്ഥലത്തൊരു ട്രെയിനി ആയിട്ട് വന്നൊരാൾ പറഞ്ഞു, നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യം ചെയ്യാം, നമുക്കൊരു 3 കളർ ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. ചുമന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഫയലുകൾ ഏറ്റവും പെട്ടെന്ന് പോയി അപ്പുറം, മഞ്ഞ സ്റ്റിക്കറുള്ള ഫയൽ കുറച്ചുകൂടെ പതുക്കെ പോയാൽ മതി, ഗ്രീൻ സ്റ്റിക്കർ ആണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുകയും അങ്ങനെ വെറും ഒരു ടാബുലേഷനോടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പ്രവൃത്തിയിലൂടെ ഫയൽ മൂവ്മെന്റ് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കുകയും ചെയ്തു എന്നെല്ലാം മാനേജ്മെന്റ് സ്റ്റോറികളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മള് പലപ്പോഴും എല്ലാ ടീം മീറ്റിങ്ങുകളിലും ഏറ്റവും നിശബ്ദരായിട്ടിരിക്കുന്നവരും ഏറ്റവും പിന്നോട്ട് മാറി നിൽക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ട് ജോലിയിൽ വരുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ചില ആൾക്കാർക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവും, അവരാണ് ആ മീറ്റിങ്ങുകളിൽ സംസാരിക്കാനുള്ള താല്പര്യം കാണിക്കുക. എന്തുകൊണ്ടോ നമ്മൾ ആദ്യം വന്ന ആൾക്കാരാണെന്നും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം സംസാരിക്കാനുള്ളതാണ് ടീം മീറ്റിങ്ങുകളെന്നും കരുതപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരിക്കലും ജീവിതത്തിലും കരിയറിലും വിജയിക്കില്ല. മറിച്ച് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സുവർണാവസരമാണെന്നും ആ അവസരത്തിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവണമെന്നും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളാണ് എനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നതെന്നും തോന്നുമ്പോഴാണ് ഓരോ ആളുകളും ആ ടീമിന്റെ ഭാഗമായി മാറുന്നതും വിജയങ്ങളിലേക്ക് എത്തിപ്പെടുന്നതും. പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുള്ള കാര്യം, ഒരിക്കലും ഏറ്റവും കൂടുതൽ സമയം സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലെല്ലാം വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ വിറ്റുപോകുന്നതും ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റി ഏറ്റവും കുറവ് സമയം മാത്രമാണ് പലപ്പോഴും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മീറ്റിങ്ങുകൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മീറ്റിംഗ് നടക്കുമ്പോൾ വർഷങ്ങളായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വളരെ ഇന്നോവേറ്റീവ് ആണെന്നും വളരെ യൂസ്ഫുൾ ആണെന്നും മാർക്കറ്റിന് ആവശ്യമുള്ളതാണെന്നും കരുതി ഉണ്ടാക്കിയ ഒരു സാധനം വിറ്റുപോകാതിരിക്കുന്നതിനെ പറ്റി ചർച്ചകൾ മണിക്കൂറുകളോളം നീണ്ടപ്പോൾ ആ മീറ്റിംഗിൽ ആദ്യമായിട്ടൊരു ട്രെയിനി ആയിട്ടുള്ള ഒരാൾ ചോദിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് നിർത്തിക്കൂടാ? Why you want to create this? എന്തിനാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്? If you are unable to sell this, why you want to create this എന്ന് ചോദിക്കാൻ പറ്റിയത് അന്ന് അവിടെ ജോയിൻ ചെയ്ത മാനേജ്മെന്റ് ട്രെയിനിങ്ങാണ്. മറിച്ച് അവിടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആരും തന്നെ എന്തിന് നമ്മളിത് ഉണ്ടാക്കുന്നു, ആർക്കും വേണ്ടാത്ത പ്രൊഡക്റ്റ് എന്തിന് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, എന്തിന് വിൽക്കാൻ ശ്രമിക്കുന്നു ചോദിക്കുന്ന സിറ്റുവേഷൻ ഇല്ലായിരുന്നപ്പോൾ ധൈര്യത്തോടെ ചോദ്യം ചോദിക്കാൻ പറ്റിയത് ആദ്യമായിട്ട് മുറിയിലേക്ക് പോകുന്ന ഒരു യങ്സ്റ്ററാണ്. അത് തന്നെയാണ് അപ്പോൾ ഒരു യങ്സ്റ്റർ ആയിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ജോബിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. കാരണം കുറച്ചാൾ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബാഗേജുകളായിട്ടും നിങ്ങളുടെ പ്രാരാബ്ദങ്ങളായിട്ടും നിങ്ങളുടെ ജോബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേറൊരു രീതിയിലേക്ക് മാറ്റപ്പെടും. പക്ഷെ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ജോലിയിലേക്ക് കടന്നു വരുന്ന കാലത്ത് നിങ്ങളുടെ മനസ്സിൽ
വേറെ കളങ്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും വേറെ തെറ്റുകളൊന്നും നിങ്ങൾ കാണാത്തതുകൊണ്ടും വേറെ മറ്റ് ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ പ്രീണനങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടും വളരെ ഓപ്പണായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും വളരെ കൃത്യമായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പറ്റുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരാളുടെ കരിയറിലെ ഏറ്റവും സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ജോബിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാലത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ലഭിച്ച അവസരം ഏറ്റവും ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാനും ഏറ്റവും കൃത്യമായിട്ട് അത്തരം ഇൻവോൾവ്മെന്റുകളിൽ ഏർപ്പെടാനും ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും വളരെ ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ടെക്നോളജിക്കലായിട്ട് പഠനം എങ്ങനെ വീണ്ടും വീണ്ടും അപ്സ്കിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കാനും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് സാധിക്കട്ടെന്ന് ആശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാം കരിയർ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മാത്രം കരിയറാണ്, അത് മറ്റൊരാളുടെ കരിയറല്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന് നമ്മൾ ഇടപെടേണ്ട അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എന്ന് പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ കരിയറും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിങ്ങളുടേതായിട്ട് പതിപ്പിച്ചിരിക്കുന്ന പാദമുദ്രകൾ മാത്രമായിരിക്കും എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Now, as a token of love and gratitude, I request Nabil Ahmed, Vertical Head, to kindly hand over the memento to Sunil sir. I request Sunil sir to come forward. As sir said, small gestures make great results, and don't wait for years to make an impact.